ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഏഞ്ചൽ നമ്പർ എന്താണ് എന്നും ഏഞ്ചൽ നമ്പേഴ്സ് ഓരോ നമ്പറും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതുമാണ് പറയുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്ത ദിവസങ്ങൾ പിന്നിടുമ്പോൾ അല്ലെങ്കിൽ ഏതാനും ആഴ്ചകൾ പിന്നിടുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരേ നമ്പർ തന്നെ റിപ്പീറ്റ് ആയിട്ട് കാണുന്നു എന്നുള്ളത്. അതായത് ഇപ്പോ 0 ആണെന്നുണ്ടെങ്കിൽ ഒരു 3 0 അടുപ്പിച്ച് അല്ലെങ്കിൽ 4 0 അടുപ്പിച്ച്, 1 ആണെങ്കിലും അങ്ങനെ തന്നെ, 111 അല്ലെങ്കിൽ 1111 അങ്ങനെ കാണുന്നു. എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം എന്നുള്ളത്? അപ്പൊ എന്താണ് ഏഞ്ചൽ നമ്പർ? നമ്മള് പ്രപഞ്ചവുമായിട്ട്, അതായത് നമ്മൾ പ്രപഞ്ചത്തിലേക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുത്തു, ഒരു ആപ്ലിക്കേഷൻ നമ്മൾ കൊടുത്തു, ഒരു റിക്വസ്റ്റ് കൊടുത്തു, അതിന് പ്രപഞ്ചം നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ, തിരിച്ചൊരു ആൻസർ തരണ്ടേ. ഇപ്പൊ എന്താ പറയാ, നമ്മള് ബാങ്കിലെ ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു, ലോൺ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടും കുറെ നാളുകൾക്ക് ശേഷം ബാങ്ക് ഒരു റിപ്ലൈ നമുക്ക് തരുന്നില്ല. അങ്ങനെ ഒരു സ്റ്റേജ് വരാൻ പാടില്ലല്ലോ. അപ്പൊ നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ റിജക്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് അതിന്റെ കാരണം എന്നുള്ളത് അറിയിക്കുക എന്നുള്ളത് അവരുടെ ഒരു ഉത്തരവാദിത്തമാണ്. ഇതുപോലെ തന്നെ നമ്മളൊരു റിക്വസ്റ്റ് അഫർമേഷന്റെ രൂപത്തിൽ നമ്മൾ യൂണിവേഴ്സിന് അയച്ചിട്ടുണ്ട്. ഇനി അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് എവിടെ നിന്ന് കിട്ടണം? യൂണിവേഴ്സിൽ നിന്ന് കിട്ടണം. അതിന് യൂണിവേഴ്സിന് നേരിട്ട് വന്ന് നമ്മളോട് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. അവിടുന്ന് ഫോൺ വിളിക്കാൻ പറ്റുമോ? ഇല്ല. മെസ്സേജ് അയക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മളുമായിട്ട് എങ്ങനെയാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? അതാണ് ന്യൂമറോളജി പ്രകാരം നമ്പേഴ്സിന്റെ രൂപത്തിലാണ് യൂണിവേഴ്സ് നമ്മളുമായിട്ട് സംസാരിക്കുന്നത്. ആ സംസാര ഭാഷയുടെ മീനിങ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പൊ എന്തൊക്കെയാ നമുക്ക് നോക്കാം. അപ്പൊ ഏഞ്ചൽ നമ്പർ എന്താന്ന് പിടികിട്ടിയല്ലോ അല്ലെ? യൂണിവേഴ്സ് നമ്മളുമായിട്ട് സംസാരിക്കുന്ന ഭാഷയാണ് ഏഞ്ചൽ നമ്പർ. അത് നമ്പറിന്റെ രൂപത്തിലായതുകൊണ്ടാണ് ഏഞ്ചൽ നമ്പർ എന്ന് അതിനെ പറയുന്നത്. ഒരു വഴികാട്ടിയായിട്ടൊക്കെ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. ഇനി 0 തുടങ്ങി 9 വരെയുള്ള ഓരോ ഡിജിറ്റും എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുക കേട്ടോ. അപ്പൊ 0 എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയെ സൂചിപ്പിക്കുന്നതാണ്, അനന്തതയെ സൂചിപ്പിക്കുന്നതാണ്. അനന്തമായ സാധ്യതകൾ നിങ്ങൾക്ക് മുമ്പിൽ യൂണിവേഴ്സ് തുറന്ന് നൽകിയിരിക്കുന്നു. യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് 0. അപ്പൊ 0 കണ്ടു കഴിഞ്ഞാൽ, ഇനി ഈ ഏഞ്ചൽ നമ്പറിനെ ഡിനോട്ട് ചെയ്യണമെങ്കിൽ ഒരു 0 അല്ലെങ്കിൽ 2 0 മാത്രം കാണുന്നതല്ല കേട്ടോ. മിനിമം 3 ഡിജിറ്റ് അടുപ്പിച്ച് വരണം. 3ഓ അതിൽ കൂടുതലോ വന്നാൽ മാത്രമേ അതിനെ ഏഞ്ചൽ നമ്പർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് 11 കഴിഞ്ഞിട്ട് ഒരു 2 കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 1 വന്നു. ഓക്കെ, അപ്പോ 1121 ഇതാണെന്ന് വിചാരിച്ചു ഒരു നമ്പർ നിങ്ങൾ കാണുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ 3 1 അതിനകത്തുണ്ട്, പക്ഷെ കാര്യമില്ല, നടുക്കൊരു 2 വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ അത് ഏഞ്ചൽ നമ്പർ അല്ല. എന്നാൽ അടുപ്പിച്ച് 111 കഴിഞ്ഞിട്ട് ഒരു 2ഓ അല്ലെങ്കിൽ 2 കഴിഞ്ഞിട്ട് ഒരു 111 വന്നാൽ അത് ഏഞ്ചൽ നമ്പർ ആണ്. ഇത് 1 എന്ന് മാത്രമല്ല, 0 തുടങ്ങി 9 വരെയുള്ള ഏത് ഡിജിറ്റും അടുപ്പിച്ച് അടുത്തടുത്ത് 3 എണ്ണമോ അല്ലെങ്കിൽ 4 തവണയോ അതിൽ കൂടുതലൊക്കെ ആയിട്ട് കാണുമ്പോൾ മാത്രമാണ് അതിനെ ഏഞ്ചൽ നമ്പർ ആയിട്ട് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഓരോന്നും എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു? അപ്പൊ 0 ഇൻഫിനിറ്റിയെ സൂചിപ്പിക്കുന്നു, അനന്തമായ സാധ്യതകൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുകയാണ്. അപ്പോ റെഡി ആയിരുന്നോളൂ, ഒരുപാട് ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിലുണ്ട്. ഇനി 1 എന്ന് പറയുന്നത് ഒരു ന്യൂ ബിഗിനിങ്ങിനെയാണ് കാണിക്കുന്ന, പുതിയ തുടക്കത്തെ. ഇപ്പൊ നമ്മൾ ഗോൾ ലിസ്റ്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് എങ്കിൽ അതെല്ലാം മാനിഫെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. കാരണം ആ ഗോൾ ലിസ്റ്റിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പൊ നിങ്ങൾ വിചാരിക്കുകയാണ് ഒരു വീട് മാറി താമസിക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ജോലി, ഇപ്പൊ ഉള്ള ജോലി വിട്ടിട്ട് കുറച്ചുകൂടി നല്ലൊരു ജോലി എനിക്ക് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതാണ് എങ്കിൽ വൈകിക്കേണ്ട. 1 കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ പുതിയ ജോലിയെ കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിച്ചോളൂ, അതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്തോളൂ, അത് നിങ്ങളിലേക്ക് വന്നു ചേരും. അപ്പൊ പുതിയൊരു തുടക്കത്തെ കാണിക്കുന്നതാണ് 1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്തായാലും നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നു എന്ന സൂചനയാണ് 1. ഇനി 2 അതുപോലെ തന്നെ, അതായത് 222ഓ അല്ലെങ്കിൽ 2222ഓ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സമാധാനമായിട്ട് ഇരുന്നോളൂ, നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചോളൂ. നിങ്ങൾ എന്താണോ പ്രപഞ്ചത്തിന് കൊടുത്തേക്കുന്ന ആഗ്രഹം അത് ഉടനെ, വെറുതെ അല്ല, ഉടനെ തന്നെ നിങ്ങൾക്കിലേക്ക് അത് എത്തിച്ചേരും, മാനിഫെസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് 2. അപ്പൊ 2 കണ്ട വളരെ ഹാപ്പി ആയിരുന്നോളൂ, വളരെ സമാധാനപരമായിട്ട് പോയിക്കോളൂ. ഇപ്പോൾ അതേ പോസിറ്റിവിറ്റി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോളൂ. നിങ്ങൾ എന്താണോ പറഞ്ഞേക്കുന്നത് ആ പ്രപഞ്ചം നിങ്ങൾക്ക് ഉടനെ അത് തരാൻ പോവാണ് എന്നുള്ളതാണ്.
3 എന്നുള്ള ഒരു നമ്പർ വന്നു കഴിയുമ്പോൾ 3 എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്ഷൻ ആണ്. ആരുടെ പ്രൊട്ടക്ഷൻ? പ്രപഞ്ചത്തിന്റെ, യൂണിവേഴ്സ്, മാലാഖമാരുടെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട്. അത് മിക്കവാറും അത് എപ്പോഴാ കാണുക എന്ന് വെച്ചാൽ, ഈ എന്തെങ്കിലും ഒരു ചെറിയൊരു സംശയമോ അല്ലെങ്കിൽ ഒരു നെഗറ്റിവിറ്റി, അതായത് ഈ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ പലർക്കും ഉള്ളൊരു പ്രശ്നമാണ് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ പുറകോട്ട് വലിക്കും, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള വ്യക്തികളെ. ഇപ്പൊ നമ്മൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറെ ആളുകൾ ഉണ്ടായിരിക്കും പറയാനായിട്ട്, ഇതൊക്കെ ചുമ്മാ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ ഇതൊക്കെ കണ്ട് ചെയ്യാനായിട്ട്, ഇതൊക്കെ ഉണ്ട് നടക്കാൻ പോകുന്നു, പിന്നെ ഒരു ലോ ഓഫ് അട്രാക്ഷൻ, ഇതൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടാവുമായിരിക്കും. അപ്പൊ നമ്മളും ഒരു കാര്യം ഡിലേ ആവുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും ശരിയാണോ ഇനി ആ ആള് പറഞ്ഞത്, സ്വാഭാവികം അല്ലെ? അപ്പോ ആ ഒരു നെഗറ്റിവിറ്റിയെ പുറന്തള്ളാൻ നിങ്ങളോടൊപ്പം ഇപ്പോ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ മാലാഖമാരുണ്ട്, പ്രപഞ്ചമുണ്ട്, യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കേൾവികളൊക്കെ വരുമ്പോ നിങ്ങൾ അതൊന്നും കേൾക്കണ്ട, ചെവി പൊത്തിക്കോളൂ, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് ഏഞ്ചൽ പറയുന്ന ഒരു നമ്പറാണ് 3 കാണുമ്പോൾ കേട്ടോ. 4 എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല്, ഇപ്പൊ എന്താണ്, എനിക്ക് എക്സാമ്പിൾ പറയാനാണ് എപ്പോഴും തോന്നുന്നത്, ക്ലാസ് എടുത്ത് അത് അങ്ങനെ ഒരു ശീലമായിപ്പോയി. 4 കാണുമ്പോൾ നമ്മുടെ എനർജി ലെവലിനെയാണ് കാണിക്കുന്നത്. നിങ്ങളൊരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ആ ആഗ്രഹത്തിന്റെ എനർജിയോളം ഇപ്പൊ നിങ്ങളുടെ എനർജി എത്തിയിട്ടില്ല. അതായത് ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഹാൻഡ് ബാഗ് വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോവുകയാണ്. പക്ഷെ നിങ്ങളുടെ കയ്യിലുള്ളത് 1000 രൂപയാണ്. ആ ബാഗിന്റെ വില 3000 ആണ്. 3000 രൂപയാണ് ബാഗിന്റെ വില. അപ്പോ 1000 രൂപയ്ക്ക് നിങ്ങൾക്ക് ബാഗ് കിട്ടും, വേറെ ഏതെങ്കിലുമൊക്കെ ബാഗ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ബാഗ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തണമെങ്കിൽ ഇനി 2000 രൂപയും കൂടെ നിങ്ങളുടെ പേഴ്സിലേക്ക് വരണം, നിങ്ങളുടെ കയ്യിലേക്ക് വരണം. ഇതാണ് 4 കണ്ടാൽ അതിന്റെ അർത്ഥം. അതായത് നിങ്ങൾ എന്തോ ഒരു കാര്യം യൂണിവേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതിന്റെ ഫ്രീക്വൻസിയിലേക്ക് നിങ്ങൾ ഉയർന്നിട്ടില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഒരു എനർജി ലെവൽ കുറച്ചുകൂടി ഹൈ ആക്കിയാൽ നിങ്ങൾക്ക് ഉടനെ അത് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇപ്പോൾ ഉള്ള എനർജി ലെവൽ കുറച്ചുകൂടെ കൂട്ടിക്കോളൂ എന്ന മെസ്സേജ് ആണ് 4 കാണിച്ചു തരുന്നത്. 5 എന്ന് പറയുന്നത് മാറ്റത്തെ സൂചിപ്പിക്കുന്നതാണ്, ചേഞ്ച് ആണ്. നിങ്ങൾ പുതിയൊരു തുടക്കത്തിന്, പുതിയൊരു മാറ്റത്തിന് റെഡി ആയിക്കോളൂ. യൂണിവേഴ്സ് എന്താണോ നിങ്ങൾ എന്താണോ അങ്ങോട്ട് കൊടുത്തേക്കുന്ന ഒരു ആപ്ലിക്കേഷൻ എന്താണോ അതിന്റെ എല്ലാ പ്രോസസ്സിങ്ങും കഴിഞ്ഞിരിക്കുകയാണ്. അതായത് നമ്മൾ ബാങ്കിൽ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞ് ലോൺ സാങ്ഷൻ ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ആവില്ലേ? അപ്പൊ പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞു, ഇനി അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയാൽ മതി. അതാണ് എന്താണ് ഈ പറയുന്ന 5 എന്ന് പറയുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് ആഗ്രഹം മാനിഫെസ്റ്റ് ചെയ്യും. ആ റിസീവിംഗ് മോഡിലേക്ക് നിങ്ങൾ ഇരുന്നോളൂ എന്നുള്ളതാണ്. ആ പോസിറ്റിവിറ്റി നിലനിർത്തിക്കൊണ്ട് ഹാപ്പി ആയിട്ട് സ്വീകരിക്കാൻ റെഡി ആയിക്കോളൂ ആ റിസൾട്ട്. അതാണ് 5 പറയുന്നത്. 6 എന്നുള്ളത് പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു നമ്പറാണ്, പലരും പേടിയോടുകൂടി കാണുന്ന ഒരു നമ്പറാണ്. കാരണം ഈ 666 ഒക്കെ കണ്ടു കഴിയുമ്പോൾ എന്റെ അടുത്ത് തന്നെ ചോദിച്ചിട്ടുണ്ട്, അയ്യോ ഞാൻ എന്താ ചെയ്യുന്നത് ശരിയല്ലേ, തെറ്റാണോ എന്നുള്ളത്. അപ്പൊ 6 എന്ന് പറയുന്നത് എന്താ അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഇപ്പോ നമ്മള് ഒരു വഴി മാറി പോവുകയാണ് എങ്കിൽ അതിലേ പോയി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, അപ്പൊ നിങ്ങളൊന്ന് ടേൺ ചെയ്തോളൂ എന്ന് പറഞ്ഞു തരാനായിട്ട് ഒരു ഗൈഡ് ആയിട്ട് ഒരാൾ വേണ്ടേ. ആ ഗൈഡ് അവിടെ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഓക്കെ, ഇപ്പൊ ഒരിടത്ത് റോഡ് ക്ലോസ്ഡ് ആണ്, പക്ഷെ നമുക്കത് അറിയില്ല. നമ്മൾ രാത്രി ഏറെ വൈകി ആ വഴിയിലൂടെ സഞ്ചരിക്കുകയാണ്, അവിടം വരെ ചെല്ലുമ്പോൾ റോഡ് ക്ലോസ്ഡ് ആണ്, അതിന്റെ അപ്പുറത്തേക്ക് വലിയൊരു കുഴിയാണെങ്കിൽ അവിടെ ആരും പറഞ്ഞു തരാനില്ല, റോഡ് ക്ലോസ്ഡ് എന്നുള്ളൊരു ബോർഡ് ഇല്ലെങ്കിൽ നേരെ നമ്മൾ ആ വാഹനമായിട്ട് കുഴിയിലേക്ക് പോയി ചാടും. അപ്പോ അങ്ങനെയുള്ളതിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നതാണ് 6 എന്ന് പറയുന്നത്. അപ്പൊ 6 എന്നുള്ളതിനെ ഭയപ്പെടാനുള്ളതല്ല. ഇപ്പൊ നിങ്ങൾ പോകുന്നത് റോങ് വേയിലാണ്, അവിടെ നിന്നും നിങ്ങൾ മാറി സഞ്ചരിക്കൂ എന്ന് പറഞ്ഞു തരുന്ന ഒരു ഗൈഡ് ആണ് 6. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അങ്ങനെ ഒരാൾ പറഞ്ഞു തരാൻ ഇല്ലെങ്കിലല്ലേ നമ്മൾ അപകടത്തിലേക്ക് പോവാ. പറഞ്ഞു തരാൻ ഉണ്ടെങ്കിലോ നമ്മൾ അവിടുന്ന് നേരെ ടേൺ ചെയ്യും, ശരിയായ വഴിയിലേക്ക് ചെന്ന് കയറുകയും ചെയ്യും. ഇതാണ് 6 നൽകുന്ന സൂചന. ഇപ്പോ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, ഇപ്പൊ നിങ്ങളുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി, ഇപ്പോ ഉള്ള നെഗറ്റീവ് തോട്ട്സ്, ഇതൊക്കെ നിങ്ങൾ റോങ് പാത്തിലാണ് കൊണ്ടുവന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോയ കാര്യങ്ങൾ നടക്കില്ല കേട്ടോ. അതുകൊണ്ട് ഈ ഒരു റൂട്ടിലേക്ക് കയറിക്കോളൂ, നിങ്ങളുടെ ആഗ്രഹം നടക്കുന്ന യൂണിവേഴ്സ് പറഞ്ഞു തരുന്ന നമ്പറാണ് 6. ഇനി 7 എന്ന് പറയുന്നത്, ഈ ഒരു നമ്പർ കാണുന്നവരുണ്ട് എങ്കിൽ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യണം കേട്ടോ. അതായത് അതുപോലെ ഹൈ വൈബ്രേഷൻ ഫ്രീക്വൻസി ഉള്ളവർക്കാണ് 777 അല്ലെങ്കിൽ 7777 കാണുന്നത്.
നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആഗ്രഹം എന്താണോ, ആഗ്രഹത്തിന്റെ വൈബ്രേഷൻ ഫ്രീക്വൻസി, ആ പ്രപഞ്ചത്തിന്റെ ആ ഒരു എനർജി ഉണ്ടല്ലോ, ഇത് തമ്മിൽ മാച്ച് ആയിട്ട് നിൽക്കുകയാണ്. നിങ്ങളുടെ എനർജിയും പ്രപഞ്ചത്തിന്റെ എനർജിയും തമ്മിൽ അലൈൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണെന്നുള്ളതാണ് 7 ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ അത്രയും പെട്ടെന്ന് നിങ്ങളുടെ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യും. അതേ പോസിറ്റിവിറ്റിയിൽ തന്നെ നിലനിൽക്കും. ഉടനെ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് 7 സൂചിപ്പിക്കുന്നത് കേട്ടോ. 8 ആണ് ഇതുപോലെ കാണുന്നതെങ്കിൽ സമൃദ്ധി, പണത്തിന്റെ ഒരു വരവിനെ, അബണ്ടൻസിനെ സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ, സമ്പത്ത്, ധനം ഇതെല്ലാം നിങ്ങളിലേക്ക് ഇതേ വന്നുകൊണ്ടിരിക്കുന്നു, എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു, ഓൺ ദ വേ ആണ് എന്നുള്ളതാണ് 8 എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. ഇത് മിക്കവാറും എന്റെ കാര്യത്തിൽ ശരിയാവാറുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ എങ്ങാനും ഒരു 2 ദിവസം 3 ദിവസം എങ്ങാനും സാലറി ക്രെഡിറ്റ് ആകാനായിട്ട് ലേറ്റ് ആവുകയാണെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് അന്ന് കാണുന്ന ഒരു നമ്പർ ആയിരിക്കും ഇതുപോലെ തന്നെ 8888, അതായത് 4 8 അടുത്ത് കാണാറുണ്ട്. അത് എവിടെയെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ട്. അന്ന് ഞാൻ അപ്പൊ തന്നെ ഞാൻ മനസ്സിൽ ഉറപ്പിക്കും ഇന്ന് അക്കൗണ്ടിൽ സാലറി ക്രെഡിറ്റ് ആവും. അതുപോലെ തന്നെ സംഭവിച്ചിട്ടുമുണ്ട്. ഇതിപ്പോ സാലറിയാണ് എനിക്ക് വരാനുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. അതർ സോഴ്സ് ഓഫ് ഇൻകം ഏതൊക്കെ രൂപത്തിൽ ഏതൊക്കെ രീതിയിൽ വേണമെങ്കിലും വന്നു ചേരാം. ലോട്ടറി എടുത്തിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ ആ രീതിയിൽ, അങ്ങനെ ഏതൊക്കെ രൂപത്തിൽ വേണമെങ്കിലും സോഴ്സ് ഒന്നും വഴിയൊന്നും നമ്മൾ തേടി പോകേണ്ട ആവശ്യമില്ല. അതൊക്കെ നമ്മളിലേക്ക് വന്നു ചേരും. അതാണ് 8 സൂചിപ്പിക്കുന്നത് കേട്ടോ. ഇനി 9 എന്ന് പറയുന്നത് 1 ഡിജിറ്റിന്റെ ലാസ്റ്റ് നമ്പർ അല്ലേ 9 എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ആ ഘട്ടം, ആ ഫേസ് അവസാനിച്ച് അടുത്ത 2 ഡിജിറ്റിലേക്ക് കടക്കുകയാണ് അല്ലെ. അതുപോലെ ഇപ്പോഴത്തെ നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഘട്ടം അവസാനിക്കുന്നു, പുതിയൊരു ഘട്ടത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ്. അതായത് ഇപ്പോൾ ഉള്ള ഒരു വിഷമഘട്ടമാണ് എങ്കിൽ അത് അവസാനിച്ചിരിക്കുന്നു, ഈ സമയവും കടന്നുപോയി, നിങ്ങളിതേ പുതിയൊരു സ്റ്റേജിലേക്ക് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് 9 സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് 0 തുടങ്ങി 9 വരെയുള്ള ഓരോ ഡിജിറ്റും യൂണിവേഴ്സും നമുക്ക് നൽകുന്ന മീനിങ് ആയിട്ട് പറയപ്പെടുന്നത്. ഇനി ഇത് എങ്ങനെ കാണണം? നമ്മള് ഇപ്പൊ ഏഞ്ചൽ നമ്പർ കാണണം. ഇപ്പൊ 1 എന്ന് പറയുന്നത് ന്യൂ ബിഗിനിങ്ങിനെ സൂചിപ്പിക്കുകയാണ്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഉച്ചയ്ക്ക് 1:10 ആകുമ്പോ തന്നെ മൊബൈൽ ഫോൺ ഒക്കെ എടുത്തു വെച്ച്, അല്ലെങ്കിൽ ഡിജിറ്റൽ ക്ലോക്കോ വാച്ചോ ഒക്കെ ആണെങ്കിൽ അത് എടുത്തു വെച്ച് നോക്കിയിരിക്കുക. ഇപ്പൊ 1:11 ആവും കേട്ടോ. അപ്പൊ 111 അടുപ്പിച്ച് വരും എന്ന് കരുതി നോക്കിയിരുന്നിട്ട് കാണുന്നതിൽ ഒരർത്ഥവുമില്ല. അത് യൂണിവേഴ്സ് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതല്ല, നമ്മൾ തന്നെ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി കണ്ടുപിടിച്ചിരിക്കുന്നതാണ്. അതുപോലെ 11:11 ആവാൻ നോക്കിയിരുന്നിട്ടും അങ്ങനെയൊന്നും കണ്ടിട്ട് കാര്യമില്ല. ഇനി മറ്റൊരാളുടെ അടുത്ത് നമ്മളിത് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അവരത് കണ്ടിട്ട് ദേ ഉടനെ തന്നെ അതിന്റെ ഫോട്ടോ എടുത്ത് നമുക്ക് അയച്ചു തന്നിട്ട് അതെ ഞാനിത് കണ്ടു എന്ന് പറയണതിൽ കാര്യമില്ല. വേറൊരാള് കണ്ടിട്ട് അത് നമ്മളെ കാണിച്ചു തരുന്നതോ നമ്മൾ ഈ സമയം വരാൻ നോക്കിയിരുന്നിട്ട് ഇത് കണ്ടുപിടിക്കുന്നതിലോ ഒന്നും ഒരു കാര്യവുമില്ല. അപ്രതീക്ഷിതമായിട്ട് ആക്സിഡന്റലി യൂണിവേഴ്സ് അത് നമുക്ക് കാണിച്ചു തരും. അങ്ങനെ കാണിച്ചു തരുന്നതിൽ മാത്രമേ അർത്ഥമുള്ളൂ. ഇത് നമ്പറുകൾ മാത്രമായിട്ടല്ല, നമ്മുടെ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാല്, നമ്മൾ അലേർട്ട് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും കാണിച്ചു തരും. ബട്ടർഫ്ലൈ, അതുപോലെ റെയിൻബോ, ഇതെല്ലാം തന്നെ അങ്ങനെയുള്ള സൂചനകളാണ് കേട്ടോ. അതുപോലെ ഉണ്ട് ഒരു ഇരട്ടവാലൻ കിളിയുണ്ട് അങ്ങനെയുള്ളത്. അപ്പൊ ഇതൊക്കെ യൂണിവേഴ്സ് നമ്മളുമായിട്ട് പല രീതിയിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പൊ ഉള്ള പാത്ത് റൈറ്റ് ട്രാക്കിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ തന്നെ തുടർച്ചയായിട്ട് പൊക്കോളൂ എന്നുള്ളത്. അതായത് ഇപ്പൊ ഈ 4 ഒക്കെ കാണുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ എനർജി ഒന്ന് ലോ ആകാൻ കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് കൺസിസ്റ്റൻസി ഇല്ലാതെ വരും. പലരും ഇത് തുടങ്ങി വെക്കും. ഇപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ്, അഫർമേഷൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ ഒരു പ്രാക്ടീസ്, ഈവൻ ഇപ്പം എന്താണ് 555 മെത്തേഡ് ആണെങ്കിൽ പോലും 5 ദിവസം കണ്ടിന്യൂസ് എന്ന് പറയുന്ന 2 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ ഒന്ന് വിട്ടുപോകും. അല്ലെങ്കിൽ 369 ടെക്നിക്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പം രാവിലെ ചെയ്തു, ഉച്ചയ്ക്ക് ചെയ്യാൻ പറ്റിയില്ല, പിന്നെ രാത്രിയിലായിരിക്കും ചെയ്യുന്നത്. ഇങ്ങനെ ഒരു തുടർച്ച നഷ്ടപ്പെടുമ്പോഴാണ് നമ്മളുടെ എനർജി ലെവൽ താഴേക്ക് പോകും. അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസുകൾക്കിടയിൽ വേറെ 100 കൂട്ടം കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാണ്ട്, ഓഫീസ് ജോലി, വീട്ടു ജോലി. അപ്പൊ ഇത് എഴുതുന്നതിന്റെ ഇടയിലും മനസ്സ് മുഴുവനും ഒരു ടെൻഷൻ കാണും. ഇനി അത് തീർന്നില്ലല്ലോ, ഇത് തീർത്തിട്ട് വേണമല്ലോ, അത് തീർന്നിട്ടില്ല, ഇനി എന്താവോ നാളെ ഓഫീസിലെ കാര്യം. ഇതൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു കാര്യവും, നമ്മുടെ എനർജി ലെവൽ താഴെയായി കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് ഈ കൺസിസ്റ്റൻസി ഇല്ലാതെ വരുന്നതും നമ്മുടെ എനർജി ലെവൽ ലോ ആവുന്നതും. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നിങ്ങൾ 4 കാണുന്നെങ്കിൽ ഓർത്തോ, ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന എനർജി ലെവൽ കൂട്ടണം, എങ്കിലാണ് നമ്മുടെ ലക്ഷ്യം, ആഗ്രഹം നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് നല്ല ഒപ്പീനിയൻ പറയുന്നുണ്ട്. എന്താണ് പുതിയ സുഹൃത്തുക്കളെ ഒരുപാട് പേരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്.
എല്ലാം പ്രപഞ്ചം എനിക്ക് തന്നിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആയിട്ട് തന്നെ ഞാനും കൺസിഡർ ചെയ്യാണ്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. പുതുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് വന്നിട്ടുള്ള എല്ലാവരോടും ഒരുപാട് നന്ദി. എല്ലാവർക്കും അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നാളെ കാണാം. താങ്ക്